ശക്തിവേൽ സഞ്ചരിക്കുന്ന ബാർ ഉടമയാണ്. വെറുതെ പറയുന്നതല്ല. അളവ് പാത്രം, ഗ്ലാസ്, വെള്ളം, പിന്നെ ഇഷ്ടപ്പെട്ട ബ്രാൻഡിലെ മദ്യവും. കഞ്ചിക്കോട് കൊട്ടാമുട്ടിയിലെ പതിവാണ് ഇതെല്ലാം. ചുമ്മാതാണോ പിന്നെ ശക്തിവേലിനെ സഞ്ചരിക്കുന്ന ബാർ ഉടമ എന്ന് പറയുന്നത്? രാത്രി 12 മണി വരെ ആവശ്യ സർവീസ് ഉണ്ടായിരിക്കും. പറയുന്ന സ്ഥലത്ത് മദ്യവുമായി ശക്തിവേലെത്തും. 12 മണിക്ക് ശേഷം ഏത് പൊന്നു തമ്പുരാൻ വിളിച്ചാലും മദ്യം കൊടുക്കില്ല. അത് ശക്തിവേലിന്റെ പോളിസിയാണെന്ന്. കഞ്ചിക്കോട് കൊട്ടാമുട്ടിക്കാർ ബിവറേജിലോ ബാറിലോ പോയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. കാരണം വെറുതെ പോയി ക്യൂ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ശക്തിവേലിന്റെ ഒരു പെഗ്ഗിന് 100 രൂപയാണ് വില. വെള്ളവും ഗ്ലാസും ഉണ്ടാകും എന്ന് പറഞ്ഞ് ടച്ചിങ് ഉണ്ടാകില്ല. ഇതൊന്നും നടത്തിയിട്ടും ശക്തിവേൽ സമ്പന്നനായിട്ടില്ല. മിക്കവരും കടമാണ്. കടം കൊടുക്കാതിരുന്നാലോ ഉപഭോക്താക്കൾ ബിവറേജിൽ പോകും. അത് ഒഴിവാക്കാനാണ് ശക്തിവേൽ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, കടം പറയുന്നവർക്ക് വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ സ്ഥിരം പണം നൽകുന്നവർക്ക് ഒറിജിനൽ സാധനം നൽകും. എന്ത് ചെയ്യാം? ഇനി കുറച്ചു നാളത്തേക്ക് കൊട്ടാമുട്ടി മദ്യവിമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കേണ്ടി വരും. വാളയാർ പോലീസ് ശക്തിയെയും അളവ് പാത്രം സഹിതമാണ് പൊക്കിയത്. കൊറോണ കാലത്ത് ശക്തിവേലിനെ കൊണ്ടുള്ള സഹായം കൊട്ടാമുട്ടിക്കാരും മറക്കില്ല. ഇനി നാളെ മുതൽ ബിവറേജിൽ പോകണം എന്നോർക്കുമ്പോഴാണ് ആകെ ഒരു വിഷമം. അല്ലെങ്കിലും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലല്ലോ.